അസ്സലാമുഅലൈക്കും വെൽക്കം ടു ഷാനാനസ് വ്ലോഗ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഞാനും അൽഹംദുലില്ലാ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഒരു ഹ്യൂജ് ഫ്ലിപ്കാർട്ട് ഹോളാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്നുള്ള കുറച്ച് അടിപൊളിയായിട്ടുള്ള കുർത്തീസും അതേപോലെ തന്നെ കുറച്ച് വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സും ഡെനിം ഷർട്ട് ഡ്രസ്സും ഇങ്ങനെയൊക്കെ എല്ലാം കൂടിയിട്ടുള്ള ഒരു ഹ്യൂജ് ഫ്ലിപ്കാർട്ട് ഹോളാണ്. എന്തായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവും എനിക്ക് ഉറപ്പാണ്. കാരണം ഞാൻ എല്ലാം വെയർ ചെയ്ത് നോക്കി ഞാൻ അത്രയധികം സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് നിങ്ങളെ മുന്നിലിരുന്ന് സംസാരിക്കുന്നത്. സോ അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും, നിങ്ങൾക്ക് എന്തായിട്ടും യൂസ്ഫുൾ ആവും. നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ബ്യൂട്ടി ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ് ഷെയർ ആക്കുന്ന ഒരു ചാനലാണ്. നിങ്ങൾക്ക് ഈ ഒരു ഷാനാനസ് വ്ലോഗ് എന്ന് പറയുന്ന ചാനൽ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ നമ്മൾ ഇനിയും വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഡ്രസ്സുകളൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. കുറച്ചധികം ഡ്രസ്സുകൾ ഉണ്ട്. അപ്പൊ നിങ്ങൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. ചില നല്ല ഡ്രസ്സുകളൊന്നും നിങ്ങൾക്ക് വിട്ടു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാ പറയുന്നത്. സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാം. സോ ഫസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു സ്ലീവ്ലെസ് ഡ്രസ്സ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ആക്ച്വലി ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ ഒന്നും വിചാരിച്ചിട്ടില്ല ഇതെനിക്ക് ഇത്ര ഇഷ്ടമാവുന്നു. ഞാൻ വെയർ ചെയ്ത് നോക്കിയപ്പോൾ, അത് സ്റ്റൈൽ ചെയ്ത് നോക്കിയപ്പോഴാണ് ഇത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നി, നല്ലൊരു ലുക്ക് തോന്നി. പുറത്ത് പോകുമ്പോൾ വെയർ ചെയ്ത സമയത്ത് കുറച്ച് പേരൊക്കെ എന്നോട് പറഞ്ഞും ചെയ്ത് നല്ല രസമുണ്ടല്ലോ ഡ്രസ്സ്. ആൻഡ് ഇതിന്റെ പ്രൈസ് എത്രയാണെന്ന് ചോദിച്ചു. ഞാൻ ഇതിന്റെ പ്രൈസ് പറഞ്ഞപ്പോൾ അത്രേ വരുന്നുള്ളൂ, ആ ഒരു തോട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവർക്കും. സോ ജസ്റ്റ് 400 അറൌണ്ട് ആ ഒരു പ്രൈസിനാണ് ഞാൻ ഈ ഒരു സ്ലീവ്ലെസ് ഡ്രസ്സ് ട്രൈ ചെയ്തിട്ടുള്ളത്. ഇറ്റ്സ് എ കോട്ടൺ മെറ്റീരിയൽ. സോ ഓരോന്നായിട്ട് പറയാം. ഇതിന് ഞാനൊരു ബ്ലാക്ക് ഇന്നർ ടോപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. വൈറ്റ് ഒന്നും ഇടേണ്ട, ബ്ലാക്ക് എന്നാണ് നല്ലത്. ഞാൻ ചിലത് പറയല്ലോ, വേറെയും നിങ്ങൾക്ക് ട്രൈ ആക്കാം. ആൻഡ് ക്രീം നോക്കാം, എന്നാൽ ബ്ലാക്ക് ആണ് പെർഫെക്റ്റ്. എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുന്ന ഒരു ബേസിക് ഷെയ്ഡ് കൂടിയാണല്ലോ. ബ്ലാക്ക് ഹിജാബും ബ്ലാക്ക് ഇന്നർ ടോപ്പും ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു ബ്ലാക്ക് ബാഗും ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. സോ ഒരു ബ്ലാക്ക് ഫുഡ് വെയറും ആണ് കൊടുത്തിട്ടുള്ളത്. എനിവേ ഓക്കെ, ഞാൻ സ്റ്റൈൽ ചെയ്ത വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇതിന്റെ ഫീച്ചേഴ്സ് പറയാം. വി നെക്ക് ആണ് വന്നിട്ടുള്ളത്. കോട്ടൺ ആണ് മെറ്റീരിയൽ. സോ സ്ലീവ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. ഇവിടെ കുറച്ചൊരു വിടുത്തിൽ വന്നിട്ടുള്ള ഇങ്ങനെ ചെറുത്, ചിലർക്ക് ഇങ്ങനെ നേരെ സ്ട്രാപ്പ് ഇഷ്ടമുണ്ടാവില്ല. സോ ഇത് കുറച്ചൊരു വിടുത്ത് വന്നിട്ടുള്ള അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്ലീവ്ലെസ് ഡ്രസ് ആണ്. സോ 1 സൈസ് അപ്പിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എനിക്കത് നല്ല കംഫർട്ടബിൾ ആയി തോന്നി. നിങ്ങളും 1 സൈസ് അപ്പ് എടുക്കുക. അതിന് അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട്, ഫുൾ ലെങ്ത് വരുന്നുണ്ട്. ഫ്ലോർ ടച്ച് ചെയ്തിട്ടുള്ളതല്ല, നമുക്ക് വേണ്ട ആ ഒരു ലെങ്ത് വരുന്നുണ്ട്. സോ ഇതിന്റെ താഴത്തേക്ക് ഇങ്ങനെ ഒരു ഫ്രില്ല് പോലെ വന്നിട്ടുണ്ട്. എന്നിട്ട് ഇവിടേക്ക് വരുമ്പം അതിന്റെ ഒരു പ്രിന്റ് കുറച്ച് ഡിഫറെന്റ് ആയി വരുന്നുണ്ട്. അതിൽ മാത്രമാണ് എനിക്ക് ചെറുതായിട്ട്, ഇപ്പൊ ഒരു 10 ഔട്ട് ഓഫ് പറയുകയാണെങ്കിൽ 9.9 ആ ഒരു 0.1 പോയിട്ടുള്ളത് ഇവിടെ ആയിരിക്കും. കാരണം അത് ഇവർക്ക് ഈ ഒരു സെയിം തന്നെ കൊടുക്കായിരുന്നു, അല്ലെങ്കിൽ ഒരു പ്ലെയിൻ കൊടുക്കായിരുന്നു. ഒരു വേറെ ഒട്ടും മാച്ച് അല്ലാത്ത രീതിയിൽ ആ ഒരു പ്രിന്റ് വന്ന പോലെ എനിക്ക് തോന്നി. ബട്ട് ഓക്കെ ആണ്. ഇത് ഇട്ട് കഴിഞ്ഞാലുള്ള ഒരു കംഫർട്ടബിൾ ആയതുകൊണ്ടും അതേപോലെ തന്നെ ഇതിന്റെ മെറ്റീരിയൽ കൊണ്ടും എനിക്ക് എന്തൊക്കെയോ കൊണ്ടും എനിക്ക് അതൊരു പ്രശ്നമായിട്ട് തോന്നില്ല. എനിക്ക് അത്ര അടിപൊളിയായിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ട് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് കാഷ്വലി വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോ. കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ റിഗ്രറ്റ് ചെയ്യില്ല. സോ ഞാൻ നെക്സ്റ്റ് ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഞാൻ കാണിച്ചു തരുന്നത് ഈ ഒരു ഔട്ട്ഫിറ്റ് ആണ് കാണിക്കുന്നത്. ഇത് മൂന്നും ഒരൊറ്റതില്ല വരുന്നത്. അതായത് ഒരു ഷോപ്പിൽ ജനാസ ബ്രാൻഡിൻ്റെതാണ് ഈ ഒരു 3 ഔട്ട്ഫിറ്റും വരുന്നത്. സോ ഇത് മൂന്നും ജോർജറ്റ് ആണ് മെറ്റീരിയൽ. ലെങ്ത്തും സ്ലീവും ഫീച്ചേഴ്സും ഒക്കെ സെയിം ആയിട്ടാണ് വരുന്നത്. ആൻഡ് പ്രിന്റും അതേപോലെ തന്നെ കളേഴ്സ് ഇതാണ് ഡിഫറെന്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അല്ലാതെ സ്ലീവും ഇതിന്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഏകദേശം സെയിം ആയിട്ടാണ് വന്നിട്ടുള്ളത്. ജോർജറ്റ് ആണ് മെറ്റീരിയൽ. അതുകൊണ്ട് തന്നെ നരയ്ക്ക, കളറിളക, ചുരുങ്ങ ഇങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല. ഈ ഒരു ഔട്ട്ഫിറ്റ് നമുക്ക് ഒരു എഫേർട്ടും ഇല്ലാണ്ട് നമ്മൾ പുറത്തു പോകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് നല്ലൊരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് എടുത്തിട്ടാലും നല്ലൊരു വൃത്തിയുള്ള നല്ലൊരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. കാഷ്വൽ ഒരു ഡേ ഔട്ടിനൊക്കെ പോകുന്ന സമയത്ത് നല്ലൊരു ഒരു എന്താ പറയുക, ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഔട്ട്ഫിറ്റ്സ് ആണ്. സോ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് കാണിക്കുന്നത് ഈ ഒരു വൈബ്രന്റ് ഗ്രീൻ ആണോ ഇത് യെല്ലോ ആണോ? എനിക്കിത് മാറി ഗ്രീൻ അല്ലേ, ചിലർക്ക് ഇത് യെല്ലോ ആയിട്ടാണ് വരിക.
എൻ്റെ കണ്ണ് മീൻസ് ഞാനും എൻ്റെ ഒരു കസിൻ ഉണ്ട്, നമുക്ക് രണ്ടാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും ഇത് ഗ്രീൻ ആണോ യെല്ലോ ആണോ എന്നുള്ളത്. സോ അതുപോലെ ആയിപ്പോയി. ഓക്കെ, എനിവേ ഇത് നിങ്ങൾ തീരുമാനിച്ചു, ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവല്ലോ ഏതാണെന്ന്. ഓക്കെ, വി നെക്ക് ആണ് വന്നിട്ടുള്ളത്. ഫുൾ ഒരു സ്കൈ ബ്ലൂ ആൻഡ് വൈറ്റ് ഫ്ലോറൽ പ്രിന്റിലാണ് വരുന്നത്. സ്ലീവിൽ ലൈനിങ് വരുന്നില്ല. സ്ലീവ് 3 വിതൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവ് വന്നിട്ടുള്ളത്. ഓക്കെ, വലിയ ഭയങ്കരമായിട്ട് സീ ത്രൂ ആയിട്ടൊന്നും വരുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് അൺകംഫർട്ടബിൾ ആണെങ്കിൽ ഒരു ഇന്നർ ഇട്ട് കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പിന്നെ ഉള്ളിൽ അല്ലാതെ നമുക്ക് ഈ ഒരു ടോപ്പിന്റെ ഉള്ളിൽ ഫുള്ള് നമുക്ക് താഴെ വരെ ഈ ടോപ്പിന്റെ എൻഡ് വരെ നമുക്ക് ഇങ്ങനൊരു ലൈനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നല്ലതായിട്ട് തോന്നി. ചിലത് നമുക്ക് ഉള്ളിൽ ഞാൻ അങ്ങനെ ഒന്നുണ്ട്, ഒരു പീസിന് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ലൈനിങ് വരാത്തത് നമുക്ക് ഒട്ടും കംഫർട്ടബിൾ ആയിരിക്കില്ല. അപ്പൊ ഇതാവുമ്പോൾ അടിപൊളിയാണ്. ആൻഡ് ഓൾസോ നല്ല സോഫ്റ്റ് ജോർജറ്റ് മെറ്റീരിയൽ ആണ്. ഒരു ഷിഫോൺ മിക്സ് ആയിട്ടുള്ള ഒരു ജോർജറ്റ്, രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ അല്ലേ, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു മെറ്റീരിയൽ ആണ്. ജോർജറ്റ് എന്ന് പറയുമ്പോൾ ഒട്ടും ലോ ക്വാളിറ്റി ആണെന്ന് വിചാരിക്കേണ്ട. നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ടോപ്പാണ്. സോ ക്വാളിറ്റിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ടും വേണ്ട, നന്നായിട്ട് ലാസ്റ്റും ചെയ്യും. കാരണം ഇത് നരയ്ക്കുക, കളറളക അങ്ങനൊന്നും ഇല്ലല്ലോ. ഇതിങ്ങനെ തന്നെ ഏത് കാലവും ഉണ്ടാവും. ആൻഡ് പ്രൈസും വലിയ പ്രൈസും ഒന്നും വരുന്നില്ല. ഇത് 500 സംതിങ് എങ്ങാനാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ആൻഡ് ആ ഒരു പ്രൈസിന് ഇത് എനിക്ക് എക്സ്ട്രാ വർത്ത് ആയിട്ട് തോന്നുന്നത്. അടിപൊളിയായി ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. സോ ഇതിന്റെ നെക്സ്റ്റ് ഒരു കളർ വരുന്നത് യെല്ലോയില് സ്കൈ ബ്ലൂ ആൻഡ് വൈറ്റ് ഫ്ലോറൽ പ്രിന്റിൽ വന്നിട്ടുള്ളതാണ്. ഇതും സെയിം വി നെക്ക് ആണ് വന്നിട്ടുള്ളത്. സ്ലീവ് ബലൂൺ സ്ലീവ് ആണ്. 3/4 ലെങ്ത് ആണ് സ്ലീവ് വന്നിട്ടുള്ളത്. മറ്റതും 3/4 ലെങ്ത് ആണ് വന്നിട്ടുള്ളത്. വിതൗട്ട് ലൈനിങ് ആണ്. ആൻഡ് ബാക്കി ഈ ഒരു ടോപ്പിന്റെ എൻഡ് വരെ നമുക്ക് ഉള്ളില് ഇതിനും ലൈനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇതും നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ്, അടിപൊളിയാണ്. നിങ്ങൾക്ക് ഇത് 3 ഏതാ കൂടുതൽ ഇഷ്ടമായെന്ന് കമന്റ് ചെയ്യണേ. ആൻഡ് ഇതാണ് നമ്മളെ നെക്സ്റ്റ് വൺ. ആൻഡ് തേർഡ് വൺ ഈ ഒരു ഓറഞ്ച് ഓറഞ്ചിൽ ഒരു പിങ്ക് ആൻഡ് വൈറ്റ് ആ ഒരു ഫ്ലോറൽ പ്രിന്റിലാണ് വന്നിട്ടുള്ളത്. ഇതും അടിപൊളിയാണ്. വി നെക്ക് ആണ് വന്നിട്ടുള്ളത്. സോ സ്ലീവ് വരുന്നത് 3/4 ലെങ്ത്തിൽ വരുന്ന സ്ലീവ് വിതൗട്ട് ലൈനിങ്. പിന്നെ ഇവിടെ നമുക്ക് ടോപ്പിന്റെ എൻഡ് വരെ വിത്ത് ലൈനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നല്ല ക്രേപ്പ് മെറ്റീരിയൽ ആണ് ലൈനിങ് വരുന്നത്. ആൻഡ് ജോർജറ്റ് പ്ലസ് ഒരു ഷിഫോൺ മിക്സ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് നല്ല ക്വാളിറ്റിയിലുള്ള ഫാബ്രിക് ആണ് വരുന്നത്. സോ എന്തായിട്ടും ഇത് ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കും. ഒരിക്കലും നിങ്ങൾ റിഗ്രറ്റ് ചെയ്യില്ല. നിങ്ങൾക്ക് എന്തായിട്ടും ഇഷ്ടാവും. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. സോ ഇതാണ് നമ്മളെ നെക്സ്റ്റ്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഒരു എഫേർട്ടും ഇല്ലാണ്ട് പെട്ടെന്ന് നമ്മളെ കാഷ്വൽ ഔട്ട്ഫിറ്റ്സിലേക്ക് ആഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. എന്നാൽ നിങ്ങൾക്ക് ചെറിയൊരു ഫംഗ്ഷനും അത് ഇടാം. മീൻസ് കാഷ്വലി വെയർ ചെയ്യാന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ചെറുതായിട്ട് വലിയ ഫംഗ്ഷൻ എന്നല്ല, ചെറുതായിട്ടുള്ള ഒരു ഫംഗ്ഷനൊക്കെ നിങ്ങൾക്ക് ആ ഒരു ഔട്ട്ഫിറ്റ് കൊടുക്കാം. കുറച്ചൊരു ഗോൾഡ് ആക്സസറീസ് ഒക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്തെടുക്കാം. അടിപൊളിയാണ്, പെർഫെക്റ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ നെക്സ്റ്റ് ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ഡെനിം ഷർട്ട് ഡ്രസ്സ് കാണിക്കാം. ഓക്കെ, സോ ഈ ഒരു ഡെനീം ഷർട്ട് ഡ്രസ്സ് കുറേ ആയി ഞാൻ ഈ ഒരു ഡെനീമിന് വേണ്ടിയിട്ട് നോക്കുന്നു, സെർച്ച് ആക്കുന്നു. എപ്പോൾ വാങ്ങിയാലും എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഒന്നെങ്കിൽ അതിന് തിക്ക് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ അത് ഭയങ്കര തിന്നായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ കളർ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും വന്നത്, അല്ലെങ്കിൽ ഫിറ്റിംഗ് ഒട്ടും ഓക്കെ ആയിരിക്കില്ല, സ്റ്റാൻഡേർഡ് ആയിരിക്കില്ല, അങ്ങനെയൊക്കെ തോന്നും. സോ ഈ ഒരു ഡെനീം എല്ലാം കൊണ്ടും എനിക്ക് ഓക്കെ ആയി വന്നെന്ന് തോന്നിയിട്ടുള്ള ഒരു ഷർട്ട് ഡ്രസ്സാണ്. നീലും കുറച്ച് താഴെ ആയിട്ടാണ് ലെങ്ത് വന്നിട്ടുള്ളത്. ഫീച്ചേഴ്സ് പറയാം. ഇത് നല്ലൊരു ഡെനിമാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആണ്, എന്നാൽ കട്ടിയും ഉണ്ട്. ഭയങ്കര സോഫ്റ്റ് അല്ല, കട്ടിയുണ്ട്. നല്ലൊരു ഡെനിമാണ്. നിങ്ങൾക്ക് ഈ ഒരു ഡെനിമാണ് എല്ലാവരുടെ കയ്യിലും വേണ്ടത്. ഷർട്ട് ആണെങ്കിലും ഷർട്ട് ഡ്രസ്സ് ആണെങ്കിലും എല്ലാം ഈ ഒരു ഡെനിമാണ് വേണ്ടത്. ഗൗൺ ലൈക്ക് ലെങ്ത് ഉള്ളതാണെങ്കിലും ഒക്കെ നമുക്ക് വേണ്ടത് ഈ ഒരു ഡെനിമാണ്. ഇതിന് കുറച്ച് പ്രൈസ് വരുന്നുണ്ട്. നമ്മൾ നോർമലി എടുക്കുന്നതിലും ലൈക്ക് 1000-ന് അടുത്ത് പ്രൈസ് വരുന്നുണ്ട്. ബട്ട് വർത്ത് ആണ് ഗൈസ്. ഈ ഒരു ഡെനിമിന് എന്തായാലും ആ പ്രൈസ് വരും. കാരണം അത്രയും കംഫർട്ടബിൾ ആയിരിക്കും നമുക്ക് വെയർ ചെയ്ത് കഴിഞ്ഞാൽ. ആ ഒരു ലുക്ക് നമുക്ക് പുറത്തിറങ്ങുമ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് ഈ ഒരു ഡെനിം വെയർ ചെയ്താൽ കിട്ടും. ഓക്കെ, ഇതന്നെ നമുക്ക് ബട്ടൺസ് ഓപ്പൺ ചെയ്തിട്ട് അങ്ങനെ സ്റ്റൈൽ ചെയ്യാം. അങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യുകയും ചെയ്യാം. സോ അതിൻ്റെ ഒരു വീഡിയോ സൂൺ വരുന്നുണ്ട്. ഈ ഒരു ഷർട്ടിന്റെ ഫീച്ചേഴ്സ് പറയാം. കോളേർഡ് നെക്കാണ് വന്നിട്ടുള്ളത്. ബട്ടൺ ഡൗൺ ഫ്രണ്ട് ആണ്. ഫുൾ ബട്ടൺസ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഫീഡിങ് ഫ്രണ്ട്ലി ആണ്. പല ഡിഫറെൻറ്റ് ഓവർ സ്ട്രൈക്ക് ആയിട്ടും പകുതി ഓപ്പൺ ചെയ്തിട്ടും അങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഫുൾ സ്ലീവ് ആണ് വന്നിട്ടുള്ളത്. സ്ലീവിന്റെ എൻഡിൽ ഇങ്ങനെ ബട്ടൺസ് വരുന്നുണ്ട്. ആൻഡ് ഈ ഒരു ഡെനിം കണ്ടോ, നല്ല ക്വാളിറ്റിയിലാട്ടോ വന്നിട്ടുള്ളത്.
അടിപൊളിയാണ് ഗൈസ്. മാക്സ് ആണ് ബ്രാൻഡ്. മാക്സ് എന്ന് വാങ്ങിക്കുന്നതൊക്കെ എനിക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് കിട്ടല്. ചില സമയത്തൊക്കെ കിഡ്സിന്റെ ടീഷർട്ട്സ് ഒക്കെ കുറച്ച് ക്വാളിറ്റി കുറവിൽ എനിക്ക് ആദ്യമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പം അങ്ങനെയില്ല. ഇപ്പം എല്ലാം നല്ല ക്വാളിറ്റിയിലാണ് മാക്സിൻ്റെതൊക്കെ കിട്ടാറ്. ആൻഡ് ഇതിൻ്റെ 2 ഭാഗത്തും പോക്കറ്റും വരുന്നുണ്ട്. അതും അടിപൊളിയായിട്ടുള്ള ഒരു കാര്യമാണ്. 2 സൈഡിലും പോക്കറ്റ് വരുന്നുണ്ട്. അടിപൊളിയായിട്ടുള്ള ഒരു ഷർട്ടാണ്. നല്ല ഭംഗിയുണ്ട്, നല്ല ഫിറ്റിങ്, നല്ല ക്വാളിറ്റി, എല്ലാം അടിപൊളി. സോ ഇതിൻ്റെ ഒരു റൗണ്ട് കട്ടിംഗ് ആണ് വരുന്നത്. ഫ്രണ്ടിൽ ചെറുതായിട്ട് ഒരു ഓപ്പണിംഗ് വരുന്നുണ്ട്. സ്ലിറ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഷർട്ട് ഡ്രസ്സാണ്. മസ്റ്റ് ബൈ പറയാവുന്ന ഒരു ഔട്ട്ഫിറ്റ് ആണ്. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഡെനിം ഔട്ട്ഫിറ്റ് വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അടിപൊളിയാണ്. ഓക്കെ, സോ അതാണ് നമ്മളെ നെക്സ്റ്റ് ഔട്ട്ഫിറ്റ്. അപ്പം നമുക്ക് അടുത്തത് കാണാം അല്ലേ. ഞാൻ ഇങ്ങനെ അതിൽ നോക്കി ഇതിൽ നോക്കിയിട്ട് ലൈറ്റ് അടിച്ചിട്ട് എന്താ അറിയില്ല, ഇതിലേക്ക് നോക്കുമ്പോഴേ ഓക്കെ നെക്സ്റ്റ് തന്നെ കാണിച്ചു തരാം. ഇതിലേക്ക് നോക്കുമ്പോൾ ഇതിലൊരു ബ്ലൂ കളറൊക്കെ കാണാം. കളറായോ എന്ന് വിചാരിച്ച് ഓക്കെ കണ്ണ് ഇതാവാം. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഈ ഒരു ഹക്കോബ ഷർട്ട് ഡ്രസ് തന്നെ കാണിച്ചു തരാം. ഈ ഒരു ഹക്കോബ ഷർട്ട് ഡ്രസ് ആണ് നെക്സ്റ്റ് കാണിച്ചു തരുന്നത്. ഹക്കോബ ഔട്ട്ഫിറ്റ് എല്ലാവർക്കും ഇഷ്ടമാണ്. അതെനിക്ക് മനസ്സിലാവുന്ന റീസൺ എനിക്കും ഇഷ്ടമാണ്. ഭയങ്കര ലുക്ക് ആയിരിക്കും, നല്ലൊരു 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 ഭംഗി ഉണ്ടാവും വെയർ ചെയ്ത് കഴിഞ്ഞാൽ. ഞാൻ എപ്പം റീൽസ് ആണെങ്കിലും ഷോർട്സ് ആണെങ്കിലും ഹക്കോബയുടെ ഇടുമ്പോൾ എല്ലാവർക്കും വേണം, അതിന്റെ ലിങ്ക് എല്ലാവർക്കും വേണം. ഒരുപാട് ആളുകൾ അതിലേക്കാണ് പോകുന്നത്. ഹക്കോബ ഡ്രസ്സ്, ഹക്കോബ സെറ്റ്സ് ആണെങ്കിലും ഞാനൊരു കൊളാബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനും അവർക്ക് നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. ഹക്കോബ കോഡ് സെറ്റ് ആയിരുന്നു, അതൊരു വൈറ്റ് ഹക്കോബ കോഡ് സെറ്റ് കുറച്ച് മുന്നേ. ഇപ്പോഴും പക്ഷേ ഞാൻ ഈ അടുത്ത് 2-3 days ബാക്ക് ഞാൻ ഒരു എന്താ പറയുക ഒരു ടോപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അക്കോബയുടെ പിങ്ക്. എല്ലാവർക്കും വേണം അത്, കാരണം എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഞാൻ നിങ്ങൾക്കും ലോങ് വീഡിയോയിൽ ആമസോണിന്റെ ഇതിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഫ്ലിപ്കാർട്ടിലും ഓൾസോ അത് അവൈലബിൾ ആണ്. അടിപൊളിയാണ് ആ ഒരു ഹക്കോബയുടെ ഡ്രസ്സ്. എഗെയിൻ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ട്രൈ ചെയ്തിട്ടുള്ള ഈ ഒരു ഹക്കോബയുടെ ഈ ഒരു ഷർട്ട് ഡ്രസ്സാണ് കാണിച്ചു തരുന്നത്. ഓക്കെ, സോ ഇത് നല്ലൊരു സോഫ്റ്റ് അക്കോബ മെറ്റീരിയൽ ആണ്. ഞാൻ മറ്റേ പിങ്ക് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, കാണുന്നവരാണെങ്കിൽ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഓർമ്മ ഉണ്ടാവും. അത് കുറച്ചുകൂടി ഉള്ളിലെ ലൈനിങ് ഒക്കെ കുറച്ചുകൂടി ഒരു പൊന്തി നിൽക്കുന്ന പോലെ ആയിട്ടാണോ എനിക്കറിയില്ല. അതിന്റെ മെറ്റീരിയൽ കുറച്ച് ഡിഫറെന്റ് ആണ്. ഇത് കുറച്ചുകൂടി സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. സോ കോളേർഡ് ആണ് നെക്ക് വന്നിട്ടുള്ളത്. ബട്ടൺ ഡൗൺ ഫ്രണ്ട് ആണ്. നമുക്ക് ഫുൾ ബട്ടൺസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഫീഡിങ് ഫ്രണ്ട്ലി ആണ്. സോ സ്ലീവ് വരുന്നത് ഒരു പഫ് കൈൻഡ് ഓഫ് ഒരു സ്ലീവ് ആണ്. നല്ല ഭംഗിയുള്ള ഒരു സ്ലീവ് ആണ്. ബട്ടൺസ് ഒക്കെ വരുന്നുണ്ട്. നന്നായിട്ട് ലൂസായിട്ട് വരുന്ന ഒരു സ്ലീവ് ആണ്. അതുകൊണ്ട് നല്ലൊരു ഫിറ്റിംഗ് ആണ് വന്നിട്ടുള്ളത്. ആൻഡ് ഇതിന്റെ ലെങ്ത് വരുന്നത് നീ ലെങ്ത് ആണ് വരുന്നത്. സോഫ്റ്റ് ആണ് മെറ്റീരിയൽ. പിന്നെ ഇത് ഹോൾസിന്റെ ഉള്ളിൽ നമുക്ക് ഉള്ളിൽ ലൈനിങ് വരുന്നുണ്ട്. അതുകൊണ്ട് ഹോൾസ് ഉണ്ടായതുകൊണ്ട് പ്രശ്നമില്ല. ലൈനിങ് വരുന്നുണ്ട്. ഓക്കെ, ഉള്ളിലൊരു ലൈനിങ് വരുന്നുണ്ട്. ഫുള്ളായിട്ട് ലൈനിങ് വരുന്നുണ്ട്. സ്ലീവില് ലൈനിങ് വരുന്നില്ല. നിങ്ങൾ എന്തായാലും ഒരു ഇന്നർ ടോപ്പ് ഇട്ട് കൊടുക്കേണ്ടി വരും. സ്ലീവില് ലൈനിങ് വരുന്നില്ല. ഓക്കെ, ഒരു ക്രീം അല്ലെങ്കിൽ വൈറ്റ് ഇന്നർ ഇട്ട് കൊടുത്താൽ ഓക്കെ ആണ്, കുഴപ്പമൊന്നുമില്ല. നല്ലൊരു ഹക്കോബ ഡ്രസ്സാണ്. ഹക്കോബ ഷർട്ട് ഡ്രസ്സാണ്. നല്ല സുഖം ഉണ്ടാവും ഇത് വെയർ ചെയ്ത് കഴിഞ്ഞാൽ. അത്രയും സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലിലാണ് ഇത് വന്നിട്ടുള്ളത്. ആൻഡ് ഇതിനും പ്രൈസ് വരുന്നുണ്ട് ഗൈസ്. ഇതിൻ്റെയും പ്രൈസ് 700 സംതിങ് ഓർ 600 സംതിങ് എന്തോ പ്രൈസാണ് വരുന്നത്. എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. എല്ലാത്തിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഞാനിവിടെ കൊടുക്കുന്ന ലിങ്ക് ഞാനിത് ഫസ്റ്റ് പറയണമായിരുന്നു. കാരണം ഇതിന്റെ ലിങ്ക് കൊടുക്കുന്ന സമയത്ത് ഇപ്പൊ ഫ്ലിപ്കാർട്ട് ഹാൾ ഇത് ചെയ്യുന്ന സമയത്ത് എന്തായിട്ടും ഞാൻ ഒരു സിംഗിൾ ലിങ്ക് ആയിരിക്കും കൊടുക്കുക. അപ്പൊ ഈ ഒരു സിംഗിൾ ലിങ്ക് ഔട്ട്ഫിറ്റ് പ്രൊഡക്ട്സ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു സിംഗിൾ ലിങ്ക് കൊടുക്കും, ഒറ്റ ലിങ്ക് കൊടുക്കും. ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുക. എന്നിട്ട് നേരെ നിങ്ങൾ പോവാം. പ്രൊഡക്റ്റുകൾ ഇതിന്റെ പ്രൊഡക്ട്സ് ഒക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഏതാണോ വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വാങ്ങിക്കും. അതിന്റെ ഡീറ്റെയിൽസ് കറക്റ്റ് നിങ്ങൾ ഫ്ലിപ്കാർട്ടിലേക്ക് പോകും. ഓക്കെ, അപ്പൊ എന്തായിട്ടും ചെക്ക് ചെയ്ത് നോക്കാം. സിംഗിൾ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ എല്ലാത്തിന്റെ ലിങ്കും കിട്ടും. അതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ നെക്സ്റ്റ് ഔട്ട്ഫിറ്റ്. ട്രൈ ചെയ്ത് നോക്കാം. ഇത് നിങ്ങളെ നോർമൽ സൈസ് ചൂസ് ചെയ്താൽ മതി. XXL ചൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നോർമൽ സൈസ് അല്ല, 1 സൈസ് അപ്പായിട്ട് എടുക്കണം. വിട്ടുപോയി, 1 സൈസ് അപ്പായിട്ട് എടുക്കണേ. പിന്നെ ഷർട്ട് ഡ്രസ്സ്, ഈ ഒരു ഡെനിം ഷർട്ട് ഡ്രസ്സ് നിങ്ങൾ നോർമൽ സൈസ് ചൂസ് ചെയ്താൽ മതി. XL എടുത്തിട്ടുള്ളത്. അപ്പൊ ഞാൻ നെക്സ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു മെറൂൺ ടോപ്പ്. ഇതിന് മുന്നേ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ തന്നെ ഈ ഒരു ബ്യൂട്ടിഫുൾ ബ്ലൂ ആണ്. അതും അടിപൊളിയായിട്ടുള്ള ഒരു ചെറിയ റെഡ് ഷെയ്ഡ് ആയിരുന്നു. ഇതൊരു ബ്യൂട്ടിഫുൾ ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു പാകിസ്ഥാനി ആ ഒരു നോർത്ത് ഇന്ത്യൻ ഫിറ്റിൽ വരുന്ന ഒരു കുർത്തയാണ്.
സോ അടിപൊളിയാണ് ഗൈസ്. ഇത് ഒരു ക്രഷ് കോട്ടൺ, തിൻ ക്രഷ് കോട്ടൺ മെറ്റീരിയലാണ് ഇത് വന്നിട്ടുള്ളത്. സോ ആ ഒരു റെഡ് ചില്ലി ഷെയ്ഡും ഭയങ്കര അടിപൊളിയായിരുന്നു. എനിക്ക് അത്ര ഇഷ്ടമായതുകൊണ്ടാണ് ഇതിന്റെ ബ്ലൂ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ട്രൈ ചെയ്തിട്ടുള്ളത്. ഒരു നോർത്ത് ഇന്ത്യൻ ഫിറ്റിൽ വരുന്ന ഒരു കുർത്തയാണ്. ഇതിന്റെ റെഡും അടിപൊളിയാണ്, ഈ ഒരു ബ്ലൂവും അടിപൊളിയാണ്. റെഡ് അത്രയും ഇഷ്ടമായതുകൊണ്ടാണ് ഈ ഒരു ബ്ലൂവും ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഫീച്ചേഴ്സ് പറയാം. ഭയങ്കര കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതിന്റെ നെക്ക് വന്നിട്ടുള്ളത് ഈ ഒരു കട്ടിംഗ് ആണ്, റൗണ്ട് പ്ലസ് വി. ഈ ഒരു കട്ടിംഗ് ആണ്. ഇതിന് എന്താ പറയാന്ന് എനിക്കറിയില്ല. പിന്നെ ഇതിന്റെ ഒരു നെക്ക് ലൈനിൽ നമുക്ക് സീക്വൻസി ആൻഡ് ത്രെഡ് ആ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. ആൻഡ് സ്ലീവിലേക്ക് വരുവാണെങ്കിൽ ലൂസ് നമ്മളെ പാകിസ്ഥാനി സ്യൂട്ട്സിന്റെയും ആ ഒരു ടോപ്സിന്റെ ഒക്കെ, പാകിസ്ഥാനി ടോപ്സിന്റെ ഒക്കെ ഒരു സ്ലീവ് ആണ്, ആ ഒരു ലൂസ് സ്ലീവ് ആണ്. സ്ലീവിന്റെ എൻഡിലും നമുക്ക് ആ ഒരു സെയിം ഡിസൈൻ കാണാം, സീക്വൻസി ആൻഡ് ത്രെഡ് ഡിസൈൻ കാണാം. ഓക്കെ, രണ്ട് ഭാഗത്തും സ്ലിറ്റ് വരുന്നുണ്ട്. സ്ലിറ്റ് ഇങ്ങനെ താഴ്ന്നിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ വരുന്ന സ്ലിറ്റ് ആണ്. ആൻഡ് പോക്കറ്റ് വരുന്നുണ്ട്. അടിപൊളിയായിട്ടുള്ള നല്ലൊരു ലൂസ് ആ ഒരു ഫിറ്റിൽ വന്നിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു കുർത്തിയാണ്. ഇഷ്ടമാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ. 500 സംതിങ് പ്രൈസ് വരുന്നുള്ളൂ. വർത്താണ് ഗൈസ്, എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോ. റെഡ് വേണമെങ്കിൽ അതും ട്രൈ ചെയ്യാം, ഞാൻ അതും കൂടി ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി ആയിരിക്കും കാണാം. അപ്പൊ നിങ്ങൾ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ തന്നെ റെഡ് ഉണ്ടാവും. അപ്പൊ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടായിരിക്കും ഞാൻ കൊടുക്കാം. മൊത്തത്തിൽ ഞാൻ ഇവിടെ കാണിക്കുന്ന എല്ലാ പ്രൊഡക്റ്റിന്റെ ലിങ്കും ഞാൻ ഒരൊറ്റ സിംഗിൾ ലിങ്കിലായിരിക്കും കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് ഞാൻ ഇവിടെ കാണിച്ചാൽ അതെടുത്ത് വാങ്ങിക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അത് നിങ്ങളെ നോർമൽ സൈസ് ചൂസ് ചെയ്താൽ മതി കേട്ടോ. സോ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു യെല്ലോ ടോപ്പാണ് കാണിച്ചു തരുന്നത്. ഇതിന് മുന്നേ കുറച്ച് മുന്നേ ഞാൻ ഇതിന്റെ ഒരു ഓറഞ്ച് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കത് നല്ല ഇഷ്ടമായപ്പോൾ ഞാൻ ഇതിന്റെ യെല്ലോ ട്രൈ ചെയ്തു. എപ്പോഴും സ്റ്റോക്ക് ഔട്ട് ആണ്. ഇതിന്റെ തന്നെ ഗ്രീൻ, യെല്ലോ, ഈ ഒരു കളറ്, പിന്നെ ഏതോ ഒരു കളർ കൂടി ഉണ്ട്, ഗ്രീൻ യെല്ലോ ഓറഞ്ച്, പിന്നെ വേറെ ഏതോ ഒരു കളറും കൂടി ഉണ്ട്, പീകോക്ക് ബ്ലൂ കളർ കൂടി ഉണ്ട്. പക്ഷെ സ്റ്റോക്ക് ഔട്ട് ആണ്. ഇതും സ്റ്റോക്ക് ഔട്ട് ആണ്. കിട്ടിയപ്പോൾ പെട്ടെന്ന് വാങ്ങിച്ചതാണ്. നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് വാങ്ങിച്ചു, അല്ലെങ്കിൽ കാർട്ടിലിട്ട് വെച്ചിട്ട് വാങ്ങിക്കാം കേട്ടോ. സോ നല്ലൊരു ഫിറ്റിൽ വന്നിട്ടുള്ള ഒരു കാഷ്വൽ വെയറിന് പറ്റിയിട്ടുള്ള ഒരു കുർത്തയാണ്. സോ ഇതിന്റെ നെക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെ ബാൻഡ് കോളേർഡ് ആയിട്ടാണ് നെക്ക് വന്നിട്ടുള്ളത്. ആൻഡ് ഇവിടെ ബട്ടൺസ് നമുക്ക് എല്ലാം ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എല്ലാ ബട്ടൺസും നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഫീഡിങ് ഫ്രണ്ട്ലി ആണ്. കുറച്ച് ഇങ്ങനെ ഒരു ഫ്രോക്ക് മാതിരി ഇങ്ങനെ ഫ്ലെയേർഡ് ആയിട്ട് നീലും കുറച്ച് മേലെ ലെങ്ത്തിൽ വന്നിട്ട് ഇങ്ങനെ ഒഴുകി കളിക്കുന്ന ഒരു ഡ്രസ്സാണ്. നല്ല ഭംഗിയുണ്ട് ഇട്ട് കഴിഞ്ഞാൽ. ഇതിന്റെ ഫിറ്റിംഗ് ഭയങ്കര രസമായിരിക്കും. നല്ലൊരു ഇങ്ങനെ ബോഡി ഹഗ് ചെയ്യുന്ന അങ്ങനത്തെ ഫിറ്റ് ഒന്നുമല്ല. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. നല്ല ഭംഗിയുണ്ടാവും. ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ലുക്ക് തോന്നും. നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ലുക്ക് ഉണ്ട് എന്നുള്ള. ഓക്കെ, അങ്ങനെയുള്ളൊരു ഇത് ഇടുമ്പോൾ എനിക്ക് ആ ഒരു ഫീല് വരാറുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. സോ ഇതിന്റെ സ്ലീവ് വരുന്നത് നോർമൽ സ്ലീവ് ആയിട്ടാണ്. നോർമൽ 3/4 സ്ലീവ് ആണ് വന്നിട്ടുള്ളത്. എയർലൈൻ ആയിട്ടാണ് വരുന്നത്. സ്ലിറ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഞാൻ പറഞ്ഞില്ല, അത്യാവശ്യം നല്ല ഇങ്ങനെ ഫ്ലെയേർഡ് ആയിട്ടുള്ള ഒരു ഫ്രോക്ക് പോലെ വരുന്നതാണ്. സോ കോട്ടൺ ആണ് മെറ്റീരിയൽ, ഒരു തിൻ കോട്ടൺ മെറ്റീരിയൽ ആണ്. സോ ഇതിന്റെ യെല്ലോ പക്ഷേ നമ്മൾ പിക്ചറിൽ കാണുന്ന ഈ യെല്ലോയും തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഇത് കുറച്ചുകൂടി ഒരു ബ്രൈറ്റ് ആയിട്ട് തോന്നി കയ്യിൽ കിട്ടിയപ്പം. നമ്മൾ പിക്ചറിൽ കാണുമ്പോൾ കുറച്ചുകൂടി ഒരു ഡിം ആയിട്ട് തോന്നി. അതാണ് കുറച്ചുകൂടി ബെറ്റർ പിക്ചറിൽ കാണുന്നത്. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഇതെന്റെ കയ്യിൽ കിട്ടി വേറെ നോക്കുമ്പോൾ ഇതും എനിക്ക് ഓക്കെയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് ബ്രൈറ്റ് ആയിട്ട് വരുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഇത് നമ്മൾ ആ ഒരു ലിങ്കിൽ കയറിയാൽ ഈ ഒരു പ്രൊഡക്റ്റും നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ നെക്സ്റ്റ് ഔട്ട്ഫിറ്റ്. നിങ്ങളെ നോർമൽ സൈസ് ചൂസ് ചെയ്താൽ മതി. ഓക്കെ, സോ നെക്സ്റ്റ് കാണാം. ഓക്കെ, സോ യെസ്, നെക്സ്റ്റ് നമ്മൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു ഷർട്ട് ഡ്രസ്സ് കാണിച്ചു തരാം. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വന്നിട്ടുള്ള ഈ ഒരു ഷർട്ട് ഡ്രസ്സ് ആണ് നെക്സ്റ്റ് കാണിക്കുന്നത്. സോ ഈ ഒരു ഷർട്ട് ഡ്രസ്സിനെ കുറിച്ച് പറയാം. ഇത് ആക്ച്വലി എൻ്റെ നോർമൽ സൈസ് എക്സൽ, അല്ലെങ്കിൽ ചില സമയത്ത് ചില ഔട്ട്ഫിറ്റ്സ് ഞാൻ ലാർജും എടുക്കാറുണ്ട്. അപ്പൊ ലാർജ് ഉള്ളവർക്കും എക്സൽ ഉള്ളവർക്കും ഓക്കെ ആയിരിക്കും. പിന്നെ അവിടുന്ന് മേലോട്ടുള്ളവർക്കായിരിക്കും ഈ ഒരു ഷർട്ട് ഡ്രസ്സ് ഓക്കെ ആയി വരാം. കാരണം ഇത് XXL മുതലാണ് ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത്. XXL, XXL, 4XL, 5XL അങ്ങനെ പോകുന്നത്. സോ 6XL വരെ ഒക്കെ ഉണ്ട്. സോ പ്ലസ് സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഞാൻ XXL എടുത്തു. എനിക്ക് നോർമലി എക്സലും ലാർജും ആണ് പറ്റും. അപ്പം ഞാൻ സ്കിപ്പ് ചെയ്യാതെ പോകാൻ പറഞ്ഞിട്ട് റീസൺ ഇതൊക്കെയാണ് കേട്ടോ. അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, ഡൗട്ട് വരേണ്ട. പിന്നെ നിങ്ങൾ ബാക്ക് വന്നിട്ട് വീഡിയോ കാണേണ്ടി വരും. ഓക്കെ, സോ എക്സലും എക്സലും ലാർജും ആണ് പൊതുവേ ഞാൻ എടുക്കുക. ലാർജ് കൂടുതലും എക്സൽ ആണ്. എൻ്റെ നോർമൽ സൈസ് എക്സൽ ആണ്. കാണുന്നവർക്ക് അറിയാം എൻ്റെ നോർമൽ സൈസ് എക്സൽ ആണ്. എക്സൽ ഉള്ള എനിക്ക് ഈ ഒരു XXL
പെർഫെക്റ്റ് ആണ്. ഈ ഒരു ഫിറ്റ് അടിപൊളിയാണ്. അപ്പൊ നിങ്ങൾക്ക് എക്സൽ ഉള്ളവർക്കും ലാർജ് ഉള്ളവർക്കും ഇത് ട്രൈ ചെയ്യാം. ഡബിൾ എക്സൽ ഉള്ളവർക്കും ട്രൈ ചെയ്യാം. അടിപൊളിയാണ്. ഓക്കെ, പിന്നെ അതിന് മുന്നോട്ടുള്ളവർക്ക് പിന്നെ അറിയാലോ, അതിനനുസരിച്ച് ട്രൈ ചെയ്താൽ മതി. അതിന് ബാക്കോട്ടുള്ളവർ ഇത് വാങ്ങിക്കേണ്ട. നിങ്ങൾക്ക് ഒട്ടും എന്താ പറയുക, കംഫർട്ടബിൾ ആയിരിക്കില്ല. ഒരു ഭയങ്കര ലൂസായിട്ട് ബലായിട്ട് കിടക്കും. അപ്പൊ വേണ്ട, വാങ്ങിക്കേണ്ട. സോ ഇതിന്റെ എല്ലാത്തിന്റെയും ബട്ടൺ ഡൗൺ ഫ്രണ്ട് ആണ്, നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഫീഡിങ് ഫ്രണ്ട്ലി ആണ്. ഹാഫ് സ്ലീവ് ആണ് വരുന്നത്. പക്ഷെ ലൂസ് സ്ലീവ് ആയതുകൊണ്ട് ഇന്നർ ഇട്ട് കൊടുത്താൽ ഒരു വൃത്തിയായിട്ട് ഉണ്ടാവില്ല, നല്ല ഭംഗി ഉണ്ടാവും. അതിന്റെ ഒരു ഫിറ്റിംഗ് ഞാൻ വേറെ ഇത് കഴിഞ്ഞ് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആൻഡ് ഇത് ഞാൻ ഇട്ട് പുറത്തു പോയ സമയത്ത് അത്യാവശ്യം കുറച്ച് പേരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടെന്ന്. സോ നല്ല രസമുണ്ട്, നല്ല ഷർട്ട് ഡ്രസ്സ് ചേരുന്നുണ്ട് അങ്ങനെയൊക്കെ പറയല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ കുറച്ച് കേട്ടിട്ടുള്ള ഒരു ഡ്രസ്സാണ്. എനിവേ നല്ല ക്വാളിറ്റി ആണ്. ആൻഡ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇതിങ്ങനെ കുറഞ്ഞു കൂടി വരുന്നുണ്ട്. 700 സംതിങ്, 800 സംതിങ്, 600 സംതിങ്, അങ്ങനെ 3 റേഞ്ചിൽ മാറി മാറി ഞാനിത് കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കാണുമ്പോൾ ഏതിലാണ് എനിക്കറിയില്ല. നിങ്ങൾ നോക്കുക, ചെക്ക് ചെയ്യുക, വായിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് പ്രൈസ് കുറയും തോന്നിയിട്ടുണ്ടെങ്കിൽ കാർട്ടിലിട്ട് വെക്കാം. നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ആൻഡ് ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ്. സോഫ്റ്റ് ജോർജറ്റ് മെറ്റീരിയൽ. ഇറ്റ്സ് എ സോഫ്റ്റ് ജോർജറ്റ് മെറ്റീരിയൽ ആണ്. മെറ്റീരിയലിന്റെ കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. കളറിളകാൻ, നരക്കെ, ചുരുങ്ങാൻ, ഇങ്ങനെ ഒരു പ്രശ്നവും വരില്ല. അത്യാവശ്യം നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. ഇതിങ്ങനെ തന്നെ കുറെ കാലങ്ങളോളം കിടക്കും. സോ അടിപൊളിയായിട്ടുള്ള ഒരു ഷർട്ട് ഡ്രസ് ആണ്. സ്ലീവ് ഞാൻ പറഞ്ഞല്ലോ ഷോർട്ട് സ്ലീവ് ആണ്. സ്ലീവിന്റെ എൻഡിൽ ഇങ്ങനെ ഒരു ഫോൾഡ് ചെയ്ത് ഡിസൈൻ ഒക്കെ വന്നിട്ടുണ്ട്. കോളർഡ് നെക്ക് ആണ്. ആൻഡ് ഇതിന്റെ താഴെ നിങ്ങൾക്ക് പിന്നെ വേറെ ചെയ്ത ക്ലിപ്പ് കാണുമ്പോൾ മനസ്സിലാവും, ഇങ്ങനെ റൗണ്ട് കട്ടിംഗ് ആണ് വന്നിട്ടുള്ളത്. സ്ലിറ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. നല്ലതാണ്. നീലും കുറച്ച് താഴെ എങ്ങാനാണ് ലെങ്ത് വരുന്നത് തോന്നുന്നു. എനിക്ക് ഓർമ്മയില്ലെങ്കിൽ വേറെ ഏത് ക്ലിപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സോ ഇതാണ് നമ്മളെ നെക്സ്റ്റ് ഔട്ട്ഫിറ്റ്. അടിപൊളിയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. സൈസ് ഓൾറെഡി പറഞ്ഞു, മെറ്റീരിയൽ പറഞ്ഞു, ഫിറ്റിംഗ് നിങ്ങൾ കാണുന്നുണ്ടാവും. ആൻഡ് ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞതും കാണുന്നതും നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലായിട്ടുണ്ടാവും. സോ നെക്സ്റ്റ് ഔട്ട്ഫിറ്റ് കാണാം അല്ലേ. നമ്മളെ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് എഗെയിൻ ഒരു കുർത്തയാണ്. കാഷ്വലി വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഫ്ലോറൽ പ്രിന്റിൽ വന്നിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഈ ഒരു കുർത്തയാണ് നമ്മൾ നെക്സ്റ്റ് കാണിച്ചു തരുന്നത്. സോ ഇതിന്റെ നെക്കും എല്ലാം ഭയങ്കര രസമായിട്ട് തോന്നി. നല്ലൊരു ലേസ് വർക്ക് ഒക്കെ വന്നിട്ടുള്ള നെക്ക് ലൈൻ ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട്, സ്ലീവിന്റെ എൻഡും ഒക്കെ നല്ല ഭംഗിയിലായിട്ട് വന്നിട്ടുണ്ട്. സോ ഫീച്ചേഴ്സ് പറയാം. സോ ഇതിന്റെ നെക്ക് വന്നിട്ടുള്ളത് കണ്ടില്ല, ഈ ഒരു ലേസ് വർക്കിൽ വേ കട്ടിങ്ങിലാണ് നെക്ക് വന്നിട്ടുള്ളത്. ആൻഡ് ഒരു ബാൻഡ് കോളേർഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആൻഡ് സ്ലീവ് വന്നിട്ടുള്ളത് ലൂസ് ആയിട്ടുള്ള ഒരു സ്ലീവാണ്. സ്ലീവിന്റെ എൻഡിലും ഈ ഒരു ലേസ് വരുന്നുണ്ട്. ആൻഡ് ക്രീമിൽ ഈ ഒരു ഫ്ലോറൽ പ്രിന്റിലാണ് വന്നിട്ടുള്ളത്. ചെറുതായിട്ട് ഇതിന്റെ മെറ്റീരിയൽ, ഈ ഒരു ഫാബ്രിക്കും ഇതിന്റെ ഒരു ഷെയ്ഡ് കൊണ്ടാണ് ചെറുതായിട്ട് സീ ത്രൂ ആണ്. നിങ്ങൾ ഒരു ഇന്നർ ടോപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ പ്രിന്റഡ് ആണ്, അതുകൊണ്ട് ഭയങ്കരമായിട്ട് പറയാനില്ല. എന്നാലും കുറച്ച് സീ ത്രൂ ആണ്. ഇങ്ങനെ കേട്ടോ, അത്യാവശ്യം സീ ത്രൂ ആണ്. ഓക്കെ, നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ്. നല്ല സോഫ്റ്റ് തിൻ കോട്ടൺ മെറ്റീരിയൽ ആണ് ഇത് വന്നിട്ടുള്ളത്. നല്ല ഭംഗി ഉണ്ടാവും, ഇട്ട് കഴിഞ്ഞാൽ നല്ല സ്റ്റാൻഡേർഡ് ഉണ്ടാവും. ഇത് നമ്മൾ പുറത്ത് പോകുമ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഈ ഒരു പ്രിന്റ് ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യും. നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ല ബ്രാൻഡഡ്, ഇതും ബ്രാൻഡഡ് കുർത്തിയാണ്. ബ്രാൻഡഡ് കുർത്തീസിന്റെ അങ്ങനത്തെ കൂടുതലും ഇങ്ങനത്തെ പ്രിന്റ് ആണ് നമ്മൾ കാണാറ്. കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ട് തോന്നും. സോ ഇതിന്റെ രണ്ട് ഭാഗത്തും സ്ലിറ്റ് വരുന്നുണ്ട്. ചെറുതായിട്ടൊരു ഫ്ലെയർഡ് ആയിട്ട് വരുന്നുണ്ട് ഇതിന്റെ ഒരു ഷേപ്പ്. ഞാൻ ഇതിന് ആദ്യം ഒരു വൈറ്റ് ബോട്ടം ഇട്ട് കൊടുത്തു, പക്ഷെ എനിക്കത് കംഫർട്ടബിൾ ആയി തോന്നിയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ നോർമൽ ഞാൻ ഇടുന്ന ബാഗ് ഫിറ്റ് ബോട്ടം ഡെനിം, ബ്ലൂ ഡെനിം സ്ട്രെയിറ്റ് ഫിറ്റ് ആ ഒരു പാൻസ് ഇട്ട് കൊടുത്തു. അപ്പോഴാണ് എനിക്ക് കറക്റ്റ് ആയിട്ടുള്ളത്. സോ എനിക്ക് അതാണ് കംഫർട്ടബിൾ. പക്ഷെ വൈറ്റ് ഇടുന്നവർക്കും ഓക്കെ ആണ് കേട്ടോ. വൈറ്റിൻ്റെത് നിങ്ങൾ എടുക്കുന്ന കളർ പ്യുവർ വൈറ്റിലേക്ക് പോവാതെ, ഞാൻ എടുക്കുമ്പോൾ എനിക്ക് എപ്പോഴും മാറിപ്പോകുന്ന പ്യുവർ വൈറ്റിൽ പോവാം. കുറച്ചൊരു ഓഫ് വൈറ്റ് എടുക്കുക. പക്ഷെ ഓഫ് വൈറ്റ് എൻ്റെ സിഗരറ്റ് ഫിറ്റ് ആയതുകൊണ്ടാണ് എനിക്ക് അതിനിട്ടപ്പോൾ അൺകംഫർട്ടബിൾ ആയി തോന്നി. അതിന് കുറച്ചൊരു പലോസ ഫിറ്റ് ആണ് ഇങ്ങനത്തെ ടോപ്സിന് ഇപ്പം കൂടുതലും രസം. നിങ്ങൾ സിഗരറ്റ് ഫിറ്റ് ഇടുന്നതിലും, സിഗരറ്റ് ഫിറ്റ് എന്ന് പറയുമ്പോൾ ഒരു സ്ട്രെയിറ്റ് രണ്ട് ഭാഗത്തും സ്ലിറ്റ് വരുന്ന കുർത്തീസ് ആണെങ്കിൽ സിഗരറ്റ് ഫിറ്റ് ഓക്കെ ആണ്. ബട്ട് കുറച്ചൊരു ഫ്ലെയർഡ് കട്ടിങ് വന്നിട്ടുണ്ടെങ്കിൽ, കുറച്ച് ഫ്ലെയർഡ് ആയിട്ട് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു പലോസോ ഫിറ്റിലേക്ക് പോവാം. അതായിരിക്കും കുറച്ചുകൂടി ഭംഗി കാണാൻ വേണ്ടിയിട്ട്. സോ നെക്സ്റ്റ് ഔട്ട്ഫിറ്റ് കാണാം. ഓക്കെ, അപ്പം ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരുന്നത് ഈ ഒരു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ബ്ലൂ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഈ ഒരു ഷോർട്ട് കുർത്തിയാണ് കാണിച്ചു തരുന്നത്. സോ ഒരു ഷോർട്ട് ടോപ്പ്, ഭയങ്കര നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷോർട്ട് ടോപ്പ് ആണ്. ഈ ഒരു കളർ ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കളറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കുറച്ചധികം ബ്ലൂ ആൻഡ് വൈറ്റിൽ ഔട്ട്ഫിറ്റ്സ് ഉണ്ട്. എനിക്ക് ഇഷ്ടമാണ്. പിന്നെയും കണ്ട ഞാൻ പിന്നെയും വാങ്ങിക്കും. കാരണം ബ്ലൂ ആൻഡ് വൈറ്റ് ഒരു സ്റ്റാൻഡേർഡ് നല്ലൊരു ലുക്ക് തോന്നാറുണ്ട് വെയർ ചെയ്ത് കഴിഞ്ഞാൽ. ഇതിനൊരു ബ്ലൂ ഹിജാബ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി ആവാറുണ്ട്.
ഓക്കെ, സോ ഇതിന്റെ ഫീച്ചേഴ്സ് പറയാം. ഇതിന്റെ നെക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെ ചൈനീസ് നെക്ക് ആയിട്ടാണ്. ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു റോപ്പ് വരുന്നുണ്ട്, നമുക്ക് കെട്ടിക്കൊടുക്കാം. ആൻഡ് ഇതിന്റെ സ്ലീവ് വരുന്നത് ബലൂൺ കൈൻഡ് ഓഫ് സ്ലീവ് ആണ്. 3/4 ലെങ്ത്തിൽ വരുന്ന ബലൂൺ കൈൻഡ് ഓഫ് സ്ലീവ് ആണ്. ആൻഡ് ഇവിടെ ഇങ്ങനെ പ്ലീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ബാക്കിലും പ്ലീറ്റ്സ് വരുന്നുണ്ട്. ഓക്കെ, ബാക്കിൽ ഈ ഒരു പ്രിന്റാണ് വരുന്നത്. പിന്നെ ഈ ഒരു യോക്ക് പോർഷനിലാണ് ഒരു സ്ക്വയറിലായിട്ട് അവിടെ ഒരു പ്രിന്റ് ഡിഫറെന്റ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് എ കോട്ടൺ മെറ്റീരിയൽ, നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇതിനും 500 സംതിങ് പ്രൈസ് വരുന്നുള്ളൂ. ഓൾമോസ്റ്റ് ഞാൻ ഇവിടെ കാണിക്കുന്നതൊക്കെ 500 സംതിങ് റേഞ്ചിലാണ് വരുന്നത്. ട്രൈ ചെയ്ത് നോക്കൂ. ട്രസ്റ്റ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും, ഒരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല. കാരണം അത്രയും എനിക്ക് അടിപൊളിയായി തോന്നിയത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യാൻ, ഞാൻ എല്ലാം കൂടി ഞാൻ എന്തായാലും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യില്ല ഗൈസ്, ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ കുറേ ഇവിടെ കോഡ്സെറ്റ്സ് ഒക്കെ വാങ്ങിയിട്ട് കുറേ എണ്ണം ഞാൻ റിട്ടേൺ അടിച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് നിങ്ങൾ അത് വാങ്ങിയിട്ട് ഒട്ടും സാറ്റിസ്ഫൈഡ് ആയില്ലെങ്കിൽ അത് എനിക്ക് ഒരു ഇടങ്ങേറാണ്. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നിയതാണ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. ഒരിക്കലും നിങ്ങളത് പിന്നെ ഇഷ്ടമായിട്ടില്ല, നിങ്ങൾക്ക് അതൊരു ഇടങ്ങേറായി നിങ്ങളത് റിട്ടേൺ അടിക്കുമ്പോൾ അതെനിക്ക് എനിക്കത് ഇഷ്ടമല്ല. അപ്പം ഞാൻ അതായിരിക്കും അങ്ങനെ ഇഷ്ടം ഉണ്ടാവില്ല. കാരണം നമ്മളത് റെക്കമെൻഡ് ചെയ്തിട്ട് പിന്നെന്താ പിന്നെ നമ്മളെ ട്രസ്റ്റ് അവിടെ നഷ്ടപ്പെടല്ലേ. ഓക്കെ, അപ്പം ഞാൻ അങ്ങനെ കുറേ എണ്ണം ഞാൻ അങ്ങനെ വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചിട്ട്. കാരണം ഈ മന്ത് ഞാൻ എന്തൊക്കെ വാങ്ങി, അതിൽ എന്തൊക്കെ ഞാൻ റിട്ടേൺ അടിച്ചു, എനിക്ക് തോന്നുന്നു കൂടുതലും കഴിഞ്ഞ മന്ത് എനിക്ക് കുറേ റിട്ടേൺ വന്നിട്ടുണ്ട്. കാരണം ഒട്ടും ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. അത് പിക്ചറിൽ കണ്ട ഒട്ടും അതിനോട് സാമ്യം ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ക്വാളിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെ പല ഇത് വരുമ്പോൾ ഞാനത് റിട്ടേൺ ചെയ്യും. അപ്പോൾ അഥവാ നിങ്ങൾ വാങ്ങിപ്പോണ്ടെന്നുള്ള രീതിയിൽ, അത് ചിലത് ഭയങ്കര അടിപൊളിയായിട്ട് ഫിറ്റിങ്ങിലൊക്കെ വന്നിട്ടുള്ള ഒരു കോഡ് സെറ്റ് ഉണ്ട്, അതൊക്കെ ഞാൻ റിട്ടേൺ അടിച്ചിട്ടുണ്ട്. അതിന്റെ മെറ്റീരിയലൊക്കെ പുവർ ക്വാളിറ്റി ആയിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല, ഞാൻ റിട്ടേൺ അടിച്ചു. അതൊക്കെ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരുന്നത്. കാരണം നിങ്ങൾ വാങ്ങിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ട് വീഡിയോ ചെയ്യണമെന്ന് ഇങ്ങനെ വിചാരിക്കാറുണ്ട്. ഓക്കെ, എനിവേ നമ്മൾ അതിലേക്ക് പോയി. അപ്പോൾ നെക്സ്റ്റ് ഔട്ട്ഫിറ്റ് കാണാം. നെക്സ്റ്റ് കാണിച്ചു തരുന്നത് ഈ ഒരു ഡ്രസ്സാണ്. ഒരു ബോഡിക്കോൺ ഫിറ്റിൽ വരുന്ന, ഒരു തിൻ സ്ലീവിൽ വരുന്ന ഈ ഒരു ഡ്രസ്സാണ്. സ്ലീവ്ലെസ് ഡ്രസ്സാണ്, ഫുൾ ലെങ്ത്തിൽ വരുന്ന ഡ്രസ്സാണ്. ബോഡിക്കോൺ ആണ്, ബട്ട് ഇത് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് പല രീതിയിൽ സ്റ്റൈൽ ചെയ്യാം. ഇതിന്റെ കുറേ കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. ബട്ട് ഇതിന്റെ എക്സൽ വരെ സൈസ് ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 1 സൈസ് അപ്പ് എടുക്കാൻ പറ്റുന്നവര്, എക്സൽ ഉള്ളവർക്ക് അത് പറ്റില്ല, പക്ഷെ അത് വരെ ഉള്ളവർക്ക്, ലാർജ് ഉള്ളവർക്ക് എക്സൽ എടുക്കാം, സ്മോൾ ഉള്ളവർക്ക് ലാർജ്, മീഡിയം, അങ്ങനെ എടുത്തു പോകാം. അപ്പൊ പറ്റുന്നവർ 1 സൈസ് അപ്പ് എടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ബോഡിക്കോൺ ഫിറ്റ് കുറച്ചുകൂടി ഒരു ലൂസ് ആയിട്ട് വരും. ആ ഒരു ഫിറ്റിംഗ് കുറച്ചുകൂടി നിങ്ങൾക്ക് ഒരു റിലാക്സ്ഡ് ഫിറ്റിലേക്ക് വരും. അപ്പൊ അത് നോക്കിയിട്ട് എടുക്കാം. നല്ലൊരു ഔട്ട്ഫിറ്റ് ആണ്, നിങ്ങൾ മിസ്സാക്കേണ്ട. ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇതൊരു പോളിസ്റ്റർ മെറ്റീരിയൽ ആണ്, ബട്ട് ഒരു ക്രിങ്കിൾഡ് പോളിസ്റ്റർ മെറ്റീരിയൽ ആണ്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ ആണ്. അങ്ങനെ ക്വാളിറ്റി കുറവൊന്നും തോന്നില്ല, വലിയ പ്രൈസും വരുന്നില്ല. കുറച്ച് അധികം കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. ഞാൻ ഈ ഒരു കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇത് ഞാൻ എന്നിട്ട് എനിക്ക് എക്സൽ ആണ്, അപ്പം എനിക്കത് വലിയ കംഫർട്ടബിൾ അല്ല. അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് സ്റ്റൈൽ ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. ഭയങ്കരമായിട്ട് ഇങ്ങനെ എനിക്ക് തിരിഞ്ഞു മറിഞ്ഞൊന്നും കാണിക്കാൻ അത്ര കംഫർട്ടബിൾ അല്ലാത്തത് കൊണ്ട് അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് 1 സൈസ് അപ്പ് എടുക്കാൻ പറ്റുന്നവർ എന്തായാലും ട്രൈ ചെയ്യാം. അല്ലാത്തവർ എന്ത് ചെയ്യാം, നമുക്കൊന്ന് ഒരു എന്താ പറയുക, ഒരു ഓവർകോട്ടൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ സ്റ്റൈൽ ചെയ്യാം. ഇതിനൊരു പ്രിന്റഡ് ഓവർകോട്ടൊക്കെ ഇടാം. അതൊരു സോളിഡ് ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ പ്രിന്റഡ് ഓവർകോട്ടൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ സ്റ്റൈൽ ചെയ്യാൻ അടിപൊളിയായിരിക്കും. പിന്നെ നിങ്ങളെ ഇഷ്ടം, നിങ്ങളെ ഫിറ്റിംഗ് ആണ്, നിങ്ങൾ എങ്ങനെയാണ് സ്റ്റൈൽ അതിനനുസരിച്ച് ചെയ്യാം. ഞാൻ എൻ്റെ ഒരു ഇതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എനിക്ക് അൺകംഫർട്ടബിൾ ആയി തോന്നി. എന്നെക്കാട്ടും കുറച്ച് സൈസ് കുറവുള്ളവരാണെങ്കിൽ എന്തായിട്ടും നിങ്ങൾക്ക് 1 സൈസ് അപ്പിൽ അത് നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ്. സോ സോളിഡ് ഷെയ്ഡ് ആണ്, വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. സ്ലീവ് വരുന്നത് തിൻ സ്ലീവ് ആണ്. ഓക്കെ, ഫുൾ ലെങ്ത് ആണ്, അടിപൊളി. ഓക്കെ, സോ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരുന്നത് ഈ ഒരു ടോപ്പാണ്. ഇത് ജനാസ ബ്രാൻഡിന്റെ ഒരു ടോപ്പാണ്. ഇതേപോലെ നമ്മളിപ്പോൾ ഇത് ട്രൈ ചെയ്തില്ല, ഇതുപോലൊക്കെ ട്രൈ ചെയ്തിട്ടുള്ള ഒരു ടോപ്പാണ്. ബട്ട് ഇതിന്റെ ഫിറ്റിംഗ് ഒക്കെ ഭയങ്കര രസമാണ്. പക്ഷെ ഇതിൽ എന്താ പറയുക, ഇതിന് ഫിറ്റിംഗ് ഒക്കെ രസമായതുകൊണ്ടും ഇതിന് എന്തോ ഒരു ഭംഗി ഉണ്ടായതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരുന്നത്. അല്ലെങ്കിൽ കാണിച്ചല്ല, കാരണം ഇതിന് ലൈനിങ് വരുന്നില്ല ഗൈസ്, ഇതിന് ലൈനിങ് വരുന്നില്ല. പക്ഷെ നിങ്ങളൊരു വൈറ്റ് ഇന്നർ ടോപ്പ് ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഒട്ടും ഇത് അൺകംഫർട്ടബിൾ ആയി തോന്നിയില്ല. കാരണം ഇതൊരു ഫ്ലെയർ ടൈപ്പിൽ വരുന്ന നല്ല ഭംഗിയുണ്ട് ഇട്ട് കഴിഞ്ഞിട്ട്. ഞാൻ ഈ യെല്ലോ പറഞ്ഞ പോലെ തന്നെ ഒരു ഫ്ലെയർഡ് ആയിട്ട് ഒരു ഫ്രോക്ക് പോലെ കളിക്കുന്നു.
മീൻസ് ഫ്ലോ ആയിട്ട് ഇങ്ങനെ കളിക്കുന്ന ഒരു മെറ്റീരിയലാണ്. ഇതിൻ്റെ ഒരു മെറ്റീരിയൽ മീൻസ് ആ ഒരു ഫിറ്റിംഗ് ആണ്. ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഒരു മസ്ലിൻ ക്ലോത്ത് എന്നൊക്കെ, മുസ്ലിം ക്ലോത്ത് ഇങ്ങനെ പറയില്ലേ, ആ ഒരു മെറ്റീരിയൽ ആയിട്ട് തോന്നുന്നു. ഒരു ഓർഗൻസയുടെ തിൻ മെറ്റീരിയൽ, അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആണ് തോന്നുന്നത്. കോട്ടൺ ആണ്, കോട്ടണിലെ ഓർഗൻസയുടെ തിൻ, എനിക്കറിയില്ല, മസ്ലിൻ ക്ലോത്ത് ഇല്ലേ, അത് കുറച്ച് അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു തിൻ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത്. സോ ബട്ടൺസ് നമുക്ക് ഈ ഒരു ബട്ടൺ മാത്രമേ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. താഴോട്ടുള്ള ബട്ടൺസ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഫുൾ സ്റ്റിച്ചഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചൈനീസ് നെക്ക് ആണ് വന്നിട്ടുള്ളത്. 3/4 സ്ലീവ് ആണ് വരുന്നത്. ഫുൾ പ്രിന്റഡ് ആയിട്ട് ഫ്ലോറൽ പ്രിന്റിലാണ് വന്നിട്ടുള്ളത്. ആ ഒരു ഫ്ലെയർഡ് ആയിട്ട് വന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തന്നിട്ടുള്ളത്. ഇതിന്റെ ഷെയ്ഡും ഓൾസോ നല്ല ഭംഗിയായിട്ട് തോന്നി. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾക്ക് വെയർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഇഷ്ടമാവും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു ഭംഗി ഉണ്ടായിട്ടായിരിക്കും. ഇത് വെയർ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. ആ ഒരു ഫ്ലെയർഡ് ആയിട്ട് ഒരു ഫ്ലോയി ഫിറ്റിംഗ് നല്ല ഭംഗിയുണ്ട്. ഇട്ട് കഴിഞ്ഞിട്ട് ഉള്ളിലൊരു ഇന്നർ ടോപ്പ്, വൈറ്റ് ഇന്നർ ടോപ്പ് ഇട്ട് കൊടുത്താൽ വേറെ പ്രശ്നമൊന്നുമില്ല. അടിപൊളിയാണ്, ഫിറ്റിംഗ് ഒക്കെ അടിപൊളിയാണ്. അപ്പൊ എന്തായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുന്നവര് നോർമൽ സൈസ് ചൂസ് ചെയ്താൽ മതി. ഗൈസ് ഇത്രയേ ഉള്ളൂ ഗൈസ്. എൻ്റെ വായ ഫുൾ കളഞ്ഞ്. അത്യാവശ്യം കുറച്ചധികം കളക്ഷൻസ് നമ്മൾ ഇന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കസിൻസിനും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കൊക്കെ വാങ്ങിക്കാലോ. ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടമാണെങ്കിൽ, യൂസ്ഫുൾ ആയി തോന്നി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക. എന്നാലും നമുക്ക് വരുന്ന വീഡിയോസിന്റെ കറക്റ്റ് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. പിന്നെ നിങ്ങളെ സജഷൻസ് എന്തായാലും നമ്മളെ കമന്റ് ബോക്സിൽ പറയാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഔട്ട്ഫിറ്റ്സ് ഒക്കെ ഇഷ്ടമായിട്ടെങ്കിൽ അതിനെ പറ്റി പറയാം. നിങ്ങൾ എല്ലാവരുടെ കമന്റ്സും റിപ്ലൈ തരാൻ കുറച്ച് ലേറ്റ് ആവുന്നുണ്ടെങ്കിലും റിപ്ലൈ തരാൻ കുറച്ച് എന്താ പറയുക, പിഷ്കല്ല സംഭവം, സമയം ലേറ്റാ. പിഷ്കുണ്ടെങ്കിൽ നിങ്ങളെ എല്ലാവരുടെ കമന്റ്സും ഞാൻ വായിക്കാറുണ്ട്. വീഡിയോ ഇട്ടപാട് ഞാൻ എന്തായാലും കുറച്ചു നേരം അങ്ങനെ വായിക്കും. പിന്നെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എന്തായാലും വായിക്കാൻ ടൈം വായിച്ചു നോക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരെയും അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ചൊക്കെയാണ് ഞാൻ ഓരോ ഔട്ട്ഫിറ്റ്സും കൊണ്ടുവരുന്നത്. പിന്നെ നിങ്ങളെ സജഷൻസ് ഇനിയും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും നിങ്ങളെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും അഭിപ്രായങ്ങൾ, എന്തെങ്കിലും ഫോട്ടോസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ അതും എനിക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചെക്കാക്കും. സോ എനിക്ക് അങ്ങനെ സെൻഡ് ചെയ്ത് തരാം, സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് സെൻഡ് ചെയ്ത് തരാം. അപ്പം നമുക്ക് നമ്മൾ കുറച്ച് മുന്നേ ചെയ്തിട്ടില്ലായിരുന്നു, സബ്സ്ക്രൈബേഴ്സ് സെലക്ട് ചെയ്തിട്ട് നമ്മളത് ട്രൈ ചെയ്യുന്ന, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഒരു ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നിങ്ങൾ സെൻഡ് ചെയ്യാം. അപ്പം കുറച്ചെണ്ണം ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വീഡിയോ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. സോ സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ. ബൈ.